ഇഷിതയുടെ വകയാണ് കുക്കിങ്. ഇഷിത രസം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇഷിത പറയുന്നേക്കാൾ ചിന്നു എന്ന് പറയാം. ചിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ചിന്നുവിൻ്റെ വക കുക്കിങ്ങാണ്. ചിന്നു ആദ്യമായിട്ട് രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചിന്നു ഉണ്ടാക്കാൻ പോകണേന് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ വയ്യ, ഭയങ്കര തൊണ്ടവേദനയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ ചിന്നു കുറച്ചൊക്കെ കുക്കിംഗ് പഠിക്കണമല്ലോ. അപ്പോൾ ചിന്നുവിനെ കുറച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇടയ്ക്ക് നമുക്ക് വയ്യെങ്കിൽ ആരെങ്കിലും വേണ്ടേ ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ. അപ്പോൾ ചിന്നുന്ന് രസം ഉണ്ടാക്കാൻ പോവാണ്. ഇതിൽ ഞാൻ അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തത് 1-2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, കുഞ്ഞായിട്ട് കഷ്ണങ്ങളാക്കിയത്, പിന്നെ 8 അല്ലി വെളുത്തുള്ളി, പിന്നെ 4 കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി ആണ് ഇതിൽ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ രസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ രസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക് 3 എടുത്തിട്ട് അത് നടു പൊട്ടിച്ചിട്ടതാണ്. നമ്മൾ ആദ്യം അരച്ച സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി, പിന്നെ തക്കാളി, 1 തക്കാളി മുറിച്ചിട്ടതാണിത്, പിന്നെ കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സ്, ഇത് മല്ലിപ്പൊടി, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കായം, പിന്നെ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ആദ്യം തന്നെ പുളി എടുത്തിട്ട്, വാളൻപുളി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുതിർത്ത് വെച്ചിരുന്നിട്ട് അത് അരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ പുളിവെള്ളം. എന്നിട്ട് നമുക്ക് ഇനി രസം ഉണ്ടാക്കാൻ ഗ്യാസ് കത്തിക്കാം. അതിന് വെള്ളം ആദ്യം വറ്റണം. വെള്ളം വറ്റിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ വെള്ളം വറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ്. ഞാൻ എനിക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ചു. ഇപ്പൊ നമ്മള് ഈ 3 ചേരുവ അതിലേക്ക് ഇപ്പൊ ഇടാൻ പോവാണ്. ചേരുവ. സോറി, ചേരുവ. അയ്യോ, ഇളക്കി കൊടുക്കണല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ആക്കരുത്. നമ്മൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിനുള്ള സമയമാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കണം. തക്കാളി, ഈ കറി ലീവ്സ്, എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂണാണ്. ഈ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത. നമ്മൾ ഒരു
സ്പൂണും കൂടി തരുന്നു. ആ ഒരു സ്പൂണല്ലേ അപ്പൊ 2 സ്പൂൺ വരികയല്ലോ. ഞാനാ പറയുന്നത് ഞാൻ പറയുന്നൊന്നും മൈൻഡാക്കണ്ട കേട്ടോ കൂട്ടുകാരെ. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഈ കറി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. അത് മുളക് പൊടിയുടെ ഡപ്പ അടച്ചു വെക്കി. സോറി, അതൊക്കെ ക്ഷമിക്കണം. അതൊക്കെ ആദ്യമായോണ്ട് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അതൊന്നും മൈൻഡ് ആക്കരുത്. എന്നിട്ട് താഴെ വൃത്തികെട്ട കമന്റ് വിടരുത്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം. ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കാൻ പോവാണ്. ഓൾറെഡി ലോ ഫ്ലെയിം ആണ്. അതെ, സോറി. ഇത് കരിയില്ലമ്മ. ഇല്ല ഇല്ല. ഇനി കുരുമുളക് പൊടി ഇടാ. എത്ര? അത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. മതി. ഇളക്കി കൊടുക്കും. എപ്പോഴും പൊടികൾ ഇടുമ്പോൾ സിമ്മിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കായടാ. കായ ഇട്ടു. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് പുളിവെള്ളം. അമ്മേ, ഇനി നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 3 ഇപ്പൊ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് വരെ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ആണ് ഉപ്പൊക്കെ ഇടണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരു പുളിവെള്ളത്തിൻ്റെ ഇത് ടേസ്റ്റ് അനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ കൂടുതൽ പുളിയായിട്ട് നമ്മളുടെ അണ്ണാക്ക് പിന്നെ പറയണ്ടല്ലോ, നല്ല ഇതാവും. ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല പുളിയായിട്ട് വരും. ഇനി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. നല്ല തള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ തള വന്നിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഓപ്ഷനിലാണ്. എന്നാൽ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും വരും. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കടന്നിട്ട്. ഇപ്പം നമ്മൾ മല്ലിയില കഴുകി എടുത്തിട്ട് അരിയാൻ പോവാണ്. മല്ലിയില താഴെ പോയി.
ആ. ഇപ്പൊ നമ്മുടെ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല്ലിയില അതിലേക്ക് ഇടാം. ഈ തക്കാളിയൊക്കെ രസത്തിൽ വെന്തുടഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറ് കൂട്ടി കഴിക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മല്ലിയിലയുടെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം.